കൊല്ലണം? ഒരുത്തനെ കൊല്ലണം? നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ പ്രായത്തിൽ എനിക്കൊരു മകളുണ്ടായിരുന്നു. അവളെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് ഒരുത്തൻ വന്ന് അവളെ നശിപ്പിച്ചില്ലാതാക്കി. അവൻ മാത്രം സന്തോഷത്തോടെ കഴിയാ. അമ്മേ, ധൃതിയാക്കണ്ട, അല്പം ഒന്ന് ക്ഷമിക്കേ. അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ കൊന്നു കഴിഞ്ഞാൽ അതോടെ തീരും. എന്നാൽ ഓരോ നിമിഷവും അവൻ്റെ ജീവിതത്തിൽ മരണവേദനയെക്കാളും പല മടങ്ങായിട്ടുള്ള വേദന അവന് കൊടുക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അതിനുശേഷമാണ് ഞങ്ങൾ 3 പേരും കാർത്തിക്കിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഫേക്ക് പ്രൊഫൈൽസ് നമ്പേഴ്സും ക്രിയേറ്റ് ചെയ്ത് അവൻ പോലും അറിയാതെ അവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ഞങ്ങൾ കാർത്തികിനെയാണ് സ്നേഹിക്കുന്നതെന്ന് വിശ്വസിപ്പിച്ചു. സരസ്വതി അമ്മ പറഞ്ഞതുപോലെ കാർത്തികിൻ്റെയും പ്രിയയുടെയും ജീവിതം ഒരു കഥ പോലെ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് ആവശ്യമുള്ള തെളിവുകൾ ഉണ്ടാക്കി പോലീസിലൊരു ഫേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. സമയങ്ങളും സാഹചര്യങ്ങളും തന്നെത്താൻ വന്നു ചേരുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. വേണുഗോപാലിനെ കൊന്നൊടുക്കി. ആ പെണ്ണുങ്ങളെ എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കിയെടുത്തത് ഞാനടി. അത് മനസ്സിലാക്കാത്ത 3 പെണ്ണുങ്ങള് പാവം. അവൻ ഇവിടെ വന്ന് എങ്ങനെ നിന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാളും മേലായി ഞാൻ അവന്റെ ജീവൻ എടുക്കാൻ തുടിക്കുകയാണ്. എന്റെ കണക്ക് പ്രകാരം അവൻ ആ 3 പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചിരിക്കും. ഫോണ് കാർത്തിക്, സ്പീക്കർ. ഹലോ. എല്ലാം അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. നിന്നെ ഞാൻ നേരിൽ കാണാൻ ഇടയായ നീ ജീവനോട് ഇരിക്കുന്നു നീ ഓർക്കണ്ടടി. അതെയോ? നിന്റെ പ്രിയെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. നിങ്ങൾ എന്തേ പറയുന്നത്? എന്റെ പ്രിയ എവിടെ? പ്രിയ സംസാരിക്കടി, അവനോട് സംസാരിക്കാൻ. പ്രിയ, സോറി കാർത്തിക്. അയ്യോ, നിന്നെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. സോറി. എനിക്ക് പേടിയാവുന്നു. ഇനിയും എത്ര നേരം എനിക്ക് ജീവനുണ്ടാവും അറിയില്ല. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. ഇങ്ങോട്ട് താടി. എന്റെ കുടുംബം നശിപ്പിച്ചത് പോരല്ലേ നിനക്ക്? ഇപ്പൊ എന്റെ ഭാര്യ നിനക്ക് വേണോ അല്ലടി? നിനക്ക് എന്നെയല്ലേ വേണ്ടത്? ഞാൻ വരാം. എന്റെ പ്രിയ വിട്ടേക്ക്. എടാ, വേഗം വന്ന് തോലക്കടാ, അല്ലെങ്കിലേ ഇവള് വേഗം തന്നെ തട്ടിപ്പോകും. ഹലോ ഹലോ ഹലോ. പവൻ സർ, ടേക്ക് them into custody. Okay, Karthik, sir, come.
പ്രിയ, പ്രിയ. കൃഷ്ണമൂർത്തി തേടി വന്നല്ലോ. നിന്നെ കണ്ടിട്ട് എത്ര വർഷങ്ങളായി? ഈ സാരി ഓർമ്മയുണ്ടോ? അന്ന് ആദ്യ രാത്രിക്ക് ഞാൻ ഉടുത്ത സാരി. നിനക്കെന്താ ഭ്രാന്താണോ? പിച്ചും പെയ്യും എന്തിനാടി പറയുന്നേ? എന്റെ പ്രിയ എവിടെയാടിയുള്ളേ? ഞാനിവിടെ എത്തിയില്ലേ? ഇനി അവളെ വിട്ടേക്ക്. സരസ്വതി സരസ്വതി എന്ന് വിളിക്കാതെ പ്രിയ എന്തിനാ വിളിക്കുന്നേ? നീയാണ് എന്റെ ശ്വാസം എന്ന് കരുതി ഇത്രയും നാള് ഞാൻ കാത്തിരുന്നില്ലേ? നിനക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിച്ചത്. എന്നെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേ? നീ എന്നെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം നിന്നോട് യാചിച്ചു. എന്റെ സ്നേഹം നീ മനസ്സിലാക്കിയില്ല. നിനക്ക് വേണ്ടി എന്റെ യൗവനം തന്നെ പാഴാക്കി കളഞ്ഞില്ലേ കൃഷ്ണമൂർത്തി? എന്റെ കൺമുന്നിൽ വെച്ച് നീ വേറൊരുത്തിയോടൊപ്പം സന്തോഷമായി കഴിയുന്നില്ലേ? ഇതൊക്കെ കണ്ടപ്പോ തൊട്ട് നിങ്ങൾ ആരും ജീവനോട് ഇരിക്കാൻ പാടില്ലെന്ന് തന്നെ തീരുമാനിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ജീവനാ, എന്നാൽ നിനക്ക് അവളെയാണ് ജീവനല്ലേ? അതുകൊണ്ട് അവളെ ഞാൻ പൊക്കിയത്. നിനക്ക് വേണ്ടി ഞാൻ എത്ര എണ്ണത്തിന് കൊന്നൊടുക്കണവടാ. ഇപ്പൊ നിനക്ക് അവളെയാണ് ആവശ്യമൊക്കെ. നിന്നെ അങ്ങ് ഇല്ലാതാക്കാം. എന്താടാ നോക്കുന്നേ? നീ സ്വയം ഇല്ലാതാവടാ, അല്ലെങ്കിൽ 5 നിമിഷത്തിനുള്ളിൽ അവളുടെ കഥ കഴിയും. പറയൂ, പ്രിയ എവിടെയാന്ന് മര്യാദയ്ക്ക് പറ. എന്നോട് ക്ഷമിക്കണേ സാറേ. ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഞാൻ എല്ലാം പറയാം സാറേ. സാറേ, അയ്യോ സാറേ. പോടാ, പുറകിലേക്ക് നീങ്ങടാ. പോ പോ പോ. എടാ കൃഷ്ണമൂർത്തി, നീ സ്വയം ഇല്ലാണ്ടാവ, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. സൈക്കോ പോലെ സംസാരിക്കാതെ. എന്റെ അച്ഛനാണ് കൃഷ്ണമൂർത്തി, അല്ലാതെ ഞാനല്ല. നീ അവസാന നിമിഷത്തിൽ പോലും എന്നെ മനസ്സിലാക്കില്ല അല്ലേ? പൊക്കോടാ. സരസ്വതി, ഞാനാ സരസ്വതി, നിന്റെ കൃഷ്ണമൂർത്തി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പ്രിയ വിട്ടേക്ക്. കൃഷ്ണമൂർത്തി, നിനക്ക് അവളെ വേണോന്നുള്ളത് കൊണ്ടല്ല നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനൊന്നുമല്ല. എടാ, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ പോലും അതിലൊരു സത്യം ഉണ്ടായിരുന്നടാ. എന്നാൽ ഇപ്പോ എന്നെ കുറിച്ച് എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞില്ലേ? എല്ലാം അവസാനിച്ചൊന്ന് കരുതിയല്ലേ നീ? നിനക്കൊരിക്കലും സമാധാനം കിട്ടില്ലടാ. വേഗം ചെന്ന് നീ നിന്റെ ഭാര്യയെ രക്ഷിച്ചോടാ. എഴുന്നേക്കടി.